എന്തിനു വേണ്ടി നമസ്കരിച്ചു? ആരെ നമസ്കരിച്ചു? കൃഷ്ണായ വാസുദേവാന്നാണ്. പക്ഷേ അതിന്റെ തുടക്കത്തിലൊരു കാര്യമുണ്ട്. നമസ്തേ ദേവദേവേശാം പ്രപന്നാത്യഹരാവ്യയം പ്രപന്നാൻ പാഹി ന കൃഷ്ണ നിർവിണ്ണൻ ഘോര സംസ്കൃതേ. ദേവദേവേശ, ദേവന്മാരുടെ ദേവന്മാരുടെയും ഈശൻ. ഈ ദേവന്മാരുടെ ഈശ്വരൻ, ദേവന്മാരെന്ന് വെച്ചാൽ ഇന്ദ്രാദി ദേവന്മാര്, അവരുടെ ഈശ്വരാണ് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര്, അവരുടെയും ഈശൻ. ഇപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും നമസ്കരിക്കാൻ യോഗ്യനായവൻ കൃഷ്ണൻ. അതെന്താ അങ്ങനെ? ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരപ്പൊ കൃഷ്ണനല്ല, അത് ബ്രഹ്മത്തിന്റെ രൂപങ്ങള്, മറ്റൊരു പകർപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് ഏകാശസ്കന്ധത്തിൽ ഉദ്ധവൻ പറയുമ്പോഴാണ് മനസ്സിലാവാം. എന്താ ഉദ്ധവൻ പറഞ്ഞത്? ശ്രീമത് കിരീടതട പീഡിതപാദപീഠ. ഒരു വാചകം കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ. അഗഹനമായിട്ടുള്ള കാര്യം അവിടെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ഒരു നിമിഷം കൊണ്ട് നമുക്ക് പറയാം, പക്ഷെ ഉള്ളിലേക്ക് വെക്കതാവുന്നില്ല, ആകെ കൂടി മേപ്പെട്ടു നോക്കുക. അതിഗഹനമായിട്ടുള്ള കാര്യം ഉദ്ധവൻ അവിടെ പറഞ്ഞിട്ടുള്ളത്. ശ്രീമത് കിരീടതട പീഡിതപാദപീഠ. ശ്രീമത്തായിരിക്കുന്ന പാദം. ആരുടെ പാദം? ഭഗവാന്റെ. ശ്രീമത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠത. അങ്ങനെയുള്ള പാദം വെച്ചുകൊണ്ട് ഭഗവാൻ ഇരിക്കുമ്പോൾ ആ ഭഗവാനെ നമസ്കരിക്കാനാണ് ബ്രഹ്മാദി ദേവന്മാർ ചെല്ലാറ്. ചെല്ലുമ്പോൾ അവിടെ പാദം വയ്ക്കുന്നൊരു പീഠമുണ്ട്, രത്നഖചിതമായ പീഠം എന്നാണ്. അത് നീക്കി കൊടുക്കും നമസ്കരിക്കാൻ. എന്നിട്ട് മുട്ടി വരഞ്ഞ് തേഞ്ഞു. എന്തു തേഞ്ഞു? പീഠമല്ലാത്ത എന്നത് അവരുടെ ശിരസിലുള്ള കിരീടം. ബ്രഹ്മാവിന്റെയും ശിവന്റെയും മഹാവിഷ്ണുവിന്റെയും ഒക്കെ ശിരസിലുള്ള കിരീടം അദ്ദേഹം പാദം വയ്ക്കുന്ന പീഠത്തിൽ മുട്ടിവരഞ്ഞ് തേഞ്ഞു കേടുവന്നു. ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കിയാലേ, ബ്രഹ്മാസ്വരൂപിയായ ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കാൻ ബ്രഹ്മാദി ദേവന്മാർക്ക് പറ്റാറില്ല എന്നല്ലേ? തലമുട്ടാറില്ലേ? കിരീടം മുട്ടുള്ള ഇല്ലേ? തലമുട്ടിയാലല്ലേ നമസ്കാരമാവാ? അപ്പൊ അവർക്ക് പോലും നമസ്കരിക്കാൻ പറ്റാത്ത പാദമാണ് ഭഗവാന്റെ. ആ പാദത്തില് സാധാരണ ജനങ്ങൾക്ക് നമസ്കരിക്കാറാവണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യത്തിന്റെ ശക്തിയോ അതോ സാധാരണക്കാരൻ ചെയ്ത പുണ്യോ ഏതാ പറയേണ്ടി വരിക? ഭഗവാന്റെ കാരുണ്യത്തിന്റെ ശക്തി. അതാ കൃഷ്ണാവതാരത്തിൽ വ്യക്തമാക്കിയ. ഏതവതാരത്തിലും ഭഗവാനിലേക്ക് ഉയർന്നു വരാൻ സാധിക്കാത്തവരെ ഇങ്ങടെ ഇറങ്ങി വന്ന് അനുഗ്രഹിക്കുക. അതിനാണ് അവതാരം. അവതാരം തന്നെ ഉന്നത സ്ഥലത്ത് നിന്നും ഇറങ്ങലാണ് അവതാരം. ഇറങ്ങി വരികയാണ് അനുഗ്രഹിക്കാൻ. എന്തിന്? സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് അവരെ കൂടി ഉയർത്താൻ. അതുകൊണ്ടാണ് രാജ്യവംശത്തിൽ ജനിച്ചിട്ടും ഇടയന്മാരുടെ ഇടയിലേക്ക് ഇറങ്ങി ഭഗവാൻ. കാരുണ്യത്തിന്, ഭഗവാന്റെ കാരുണ്യത്തിന്റെ ശക്തിയാ, വാത്സല്യത്തിന്റെ. അപ്പൊ ഇതേപോലെ ബുദ്ധിഹീനന്മാരായ നമ്മുടെ ഇടയിലേക്ക് ഗുരുവായൂരപ്പൻ ചിലപ്പോൾ ഇറങ്ങി വരും. ഏത് രൂപത്തിലാ വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇറങ്ങി വരും, അത് തീർച്ചയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ഇങ്ങനെ ഭാഗവതം കേട്ട് നാമം ജപിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു ദിവസം ചിലപ്പോൾ ഇറങ്ങി വരും ഭഗവാൻ. മൽഭക്ത എത്ര ഗായന്തി തത്ര തിഷ്ഠന്തി നാരദ എന്ന് പറഞ്ഞിരിക്കുന്നു ഭഗവാൻ. എന്നെ കാണണമെങ്കിൽ എന്റെ ഭക്തന്മാര് ഭാഗവതം വായിച്ച് നാമം ജപിച്ച് എവിടെ തിങ്ങി നിറഞ്ഞിരിക്കുന്നുവോ അവിടെ എന്റെ സാന്നിധ്യം ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ ഗുരുവായൂരപ്പന്റെ സാന്നിധ്യം ഉറപ്പ്. എറണാകുളത്ത് മഹാദേവനോടുകൂടി ഒറ്റാനിക്കരമ്മയോടുകൂടി ശ്രീനാരായണമൂർത്തിയായ ഗുരുവായൂരപ്പൻ ഇവിടെ സന്നിധം ചെയ്തിട്ടുണ്ട് തീർച്ച. ആ ബോധത്തോടെയാണ് ഇവിടെ ഇരിക്കണതും കേൾക്കണതുമെങ്കിൽ നമുക്ക് അതിന്റെ കുറച്ചൊരു ഫലങ്കിലും കിട്ടും കേട്ടതിന്റെ. ഇല്ലെങ്കിലോ അതഥൈവ. ഗുരുവായൂരപ്പൻ പറയുന്നത് നീ കുറച്ചു കാലം കൂടി നടക്കരുത് എന്നിട്ടാവാന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ഇവിടെ വന്നിരിക്കുമ്പോൾ ആ ബോധം ഉണ്ടാവണം. ഞാൻ എവിടെ ഇരിക്കണത്, എന്തിനായിരിക്കണെന്ന്. ഏതോ രാജാവിന്റെ മുമ്പിലല്ല, ഗുരുവായൂരപ്പന്റെ മുമ്പിൽ, മഹാദേവന്റെ മുമ്പിലാണ് ഇരിക്കണത്. നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ആളിവിടെ ഉണ്ട്. അതാണ് നമസ്തേ ദേവദേവേശാം പ്രപന്നാർത്തിഹരാഗ്യം. അവിടുത്തെ തൃപ്പാദത്തിൽ നമസ്കരിക്കുന്നവരെ സർവ്വ ദുഃഖങ്ങളെയും തീർത്ത് അനുഗ്രഹിക്കുന്നവരെ. പ്രപന്നൻ പാഹി ന കൃഷ്ണ. ഞങ്ങളിത് അവിടുത്തെ പാദത്തിൽ നമസ്കരിക്കണു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഗുരുവായൂരപ്പനൊന്ന് ചിരിച്ചുണ്ടാവണം എന്നാണ് തോന്നുന്നത്.
എന്തേ അപ്പോഴേ നിങ്ങളെ ഞാൻ രക്ഷിച്ചില്ലേ, ഈ രക്ഷിച്ചിട്ട് പിന്നെ ആദ്യം രക്ഷിക്കണം എന്ന് പറയാൻ അതിനെന്തെങ്കിലും ഉണ്ടാവണ്ടേ? അപ്പൊ നിങ്ങൾ രക്ഷിക്കല്ലേ ചെയ്യണേ? ഞാൻ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ചില്ലേ രാജാക്കന്മാരെ, പിന്നെ ആദ്യം രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതോ ഈ കാരാഗ്രഹം നിസ്സാര, ഇതിനേക്കാൾ വലിയൊരു അപകടമുണ്ട്. എന്താ? നിർവിണ്ണൻ ഘോര സംസ്കൃതേ, ഒരു വിധത്തിൽ കര കാണാൻ പറ്റാത്തതായ മറുകരയേ ഇല്ല, അങ്ങനെ പറയേണ്ടി വരും. അങ്ങനെ ഇല്ലാത്തതായ ജനന മരണ രൂപത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ ഈ ക്ലേശകരമായ ദുഃഖങ്ങളിൽ നിന്നും ആണ് മോചനം തരേണ്ടത്. അതിനർത്ഥം ഞങ്ങൾക്കൊക്കെ മോക്ഷം തരയണമേ. യഥാർത്ഥത്തിൽ ഭാഗവത ഉപനിഷത്ത് പറയാ ഗുരുവായൂരപ്പനെ കണ്ട ഭക്തി തരണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് പറയുമ്പോഴേക്ക് സമയമൊക്കെ കഴിയും. പറ്റിട്ടോട്ടെ, കഴിയുന്നോടത്ത് വെച്ച് നിർത്താം, ബാക്കി പിന്നെ അങ്ങനെയല്ല ശരിക്കും. ഇതെന്താ ഇവിടെ മോക്ഷം തരണേ എന്ന് പറഞ്ഞത്? അതോ ഭക്തി പൂർണ്ണമായിട്ട് ഉറക്കണേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പരിപൂർണ ഭക്തി ഉറച്ചാൽ ഭക്തൻ മോക്ഷം ചോദിക്കാറില്ല. അത് ഹനുമാൻ ചോദിച്ച കഥയില്ല. മോക്ഷം വേണ്ടെന്നാണ് പറഞ്ഞത്. എന്നിട്ട് എപ്പോഴും രാമജാപം ജപിക്കാൻ സാധിക്കണമേ പ്രാർത്ഥിച്ചത് അങ്ങനെയാ. എന്നിട്ട് നമ്മൾ പറയെന്താന്നോ, ഹനുമാൻ റാമിനെ ജയിക്കണോണ്ട് റാമിന് ഞാനും ജപിക്കുക. റാമെന്നല്ല ഹനുമാൻ ജപിക്കുന്നത്, രാമാന്നല്ല. വെറുതെ വേണ്ടാത്ത ധരിക്കണ്ട. പക്ഷേ രാമനെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും, നാമം ജപിക്കുമ്പോഴേക്കും രാമന്റെ രൂപം ഹൃദയത്തിൽ വന്ന് ആ ഭാവങ്ങൾ ഓർക്കുമ്പോഴേക്കും കണ്ഠമിടറി ശബ്ദം പൊന്താത്തത് കൊണ്ടാണ് റാമായിട്ട് നിർത്തുന്നത്. രാമാന്നല്ലേ ജപിച്ചത്, രാമാന്നല്ലാതൊന്നും വിചാരിക്കണ്ട. ഹനുമാൻ രാമാന്നല്ലേ ജപിക്കണം. പക്ഷേ ശബ്ദം വരണ്ടേ വായന്നുകൂട്. വാൽഗൽഗതാദ്രവതേയസ്യചിത്തം രുദത്യഭീഷ്ണം ഹസതി ക്വചിച്ച. ആ വാൽഗൽഗതാദ്രവതേയസ്യചിത്തം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഹനുമാൻ. ശബ്ദം വരില്ല, എന്താ ചെയ്യുന്നത്? ഭഗവാനെ കണ്ട വരണ്ടേ. നാമം ഓർക്കുമ്പോഴേക്കും തന്നെ കണ്ഠമിടറി കണ്ണീരൊഴുകി ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പറ്റാണ്ടാവുക ആണ് റാം. അപ്പൊ നല്ല ഭക്തന്റെ അവസ്ഥ ഇവിടെ അതാ പറഞ്ഞത്. അപ്പൊ ജനന മരണ രൂപത്തിൽ സംസാര ദുഃഖങ്ങളിൽ നിന്ന് മോചനം. ഗുരുവായൂരപ്പൻ ചിരിച്ചിട്ട് ചോദിച്ചു, അതെ അത് തരണതിന് വരുമല്ല, പക്ഷെ അതിന് വേറെ ചില സാധനങ്ങൾ ഇല്ലാണ്ടാവട്ട് വേണ്ട മോക്ഷം കിട്ടാൻ. ഇപ്പോഴും നിങ്ങൾക്ക് എങ്ങനെയാ? ജരാസന്ധനോട് വൈരഭാവം ഇല്ലേന്ന് വെച്ചു, ശത്രുഭാവം ഇല്ലാന്ന് പറഞ്ഞു. ഇല്ലേ, അതെന്നെ പറ്റിക്കാൻ പറയാ കിട്ടാനേ. ഇതെങ്ങനെ ഇല്ലാണ്ടാവും എന്ന് വെച്ചു. ഇത്രയും കാലം നിങ്ങൾക്ക് വെളിച്ചമോ വായുവോ നല്ല ഭക്ഷണമോ ഒന്നും തരാതെ കണ്ടിട്ട് ദണ്ഡിപ്പിച്ചിട്ട് ഇല്ലാന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? നമ്മളെ വെറുതെ ഒന്ന് മുഖത്തേക്ക് ചീത്ത പറഞ്ഞാൽ മതി, അവനെ എന്നും ദേഷ്യമായിരുന്നു. എന്നിട്ട് വേണ്ട ബാക്കിയുള്ള കാര്യം ആലോചിക്കാൻ. ആ 10 ദിവസം ഭക്ഷണം തരാണ്ട് ഇരുട്ടുമുറിയിലിട്ട് അട്ടത്തേക്ക് പിന്നെ അവന് പുറത്തേക്ക് അപ്പ കൊല്ലും. അത് ആദ്യമായിട്ടാവുക. അപ്പൊ ഇവിടെ ദേഷ്യം തോന്നുന്നില്ല. പറ്റും ഇല്ല പറഞ്ഞു. എന്തേ കാരണം? ഇപ്പൊ ജരാസന്ധനെ ഗുരുവായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. എന്താ? അവിടത്തെ ദിവ്യദർശനം ലഭിച്ചത് എന്തുകൊണ്ടാ? ഈ കാരാഗ്രഹത്തിൽ ജരാസന്ധൻ പിടിച്ചിട്ടോണ്ടല്ലേ ജയിക്കുക. അല്ലെങ്കിൽ കാണും. അപ്പൊ അവിടുത്തെ ദൂതനയക്കലും ഉണ്ടാവില്ല, അങ്ങ് മുമ്പിൽ വരലും ദർശനം ഉണ്ടാവില്ല. അപ്പൊ എന്തുണ്ടാവും? ആ രാജ്യത്തിലെ ഓരോരോ സുഖങ്ങളാ നോക്കി അതിന്റെ പിന്നാലെ അങ്ങനെ നടക്കും. അതിനല്ലേ നമ്മളൊക്കെ ചെയ്യാം. ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ നടന്നു. ആപത്ത് വന്നപ്പോഴോ അട്ടി കിട്ടിയപ്പോ ഗുരുവായൂരപ്പനെ എറണാകുളത്തപ്പനെ ഓർത്തു. അപ്പൊ ഈ അടി കിട്ടാത്തപ്പോഴും ഓർക്കരുത്. അടി കിട്ടില്ല, നല്ല കാലത്ത് ഓർത്താലേ അത് ഓർക്കില്ല. അപ്പൊ പിന്നെ ഒടുക്കം അപകടത്തിൽ ചെന്നപ്പെട്ടുമ്പോ എറണാകുളത്തപ്പാന്ന് വിളിക്കാറാവും. അതാണ് പിന്നെ സംഭവിക്കുക. അപ്പൊ ഗുരുവായൂരപ്പാന്ന് വിളിക്കാറാവും. ആദ്യം തന്നെ ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ വലിയ അടി ഇല്ലാണ്ട് കഴിക്കാം. അതാണ് ഇവിടെ കർമ്മവിഭാഗം എന്നൊരു കാര്യം പറയും പ്രായശ്ചിത്തത്തില്. കർമ്മവിഭാഗം ചെന്താ? അതിന് വ്യാഖ്യാനം വിഭാഗ കർമ്മമാണ്. വിഭാഗ കർമ്മ വെച്ചാൽ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട്, കർമ്മവിഭാഗം പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് പാപം പോയി എന്നല്ല പറഞ്ഞത്. അല്ലേ? അത് മറ്റൊരു വിധത്തിലായി. മറ്റൊരു വിധത്തിലാവണേ വെട്ടുകൊണ്ട് ചാവാനായിരുന്നു യോഗം. അയാൾ കർമ്മവിഭാഗം എന്നുള്ള ചെയ്തത് കൊണ്ട് വെട്ട് മുറിവായിട്ട് പോയി. ഇല്ലാണ്ട് വന്നിട്ടില്ല. അതെപ്പോഴേ ആപത്ത് ഇല്ലാതെ വരലില്ല. നൂനം ദൃഷ്ടദൃഷ്ടോ അയം അദൃഷ്ടപരമോ യഥാ. അദൃഷ്ടമായിരിക്കുന്നത് വന്നേ തീരൂ, അതുറപ്പ്. പക്ഷെ അതിന്റെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ശക്തി കുറഞ്ഞു. എന്റെ ഇല്ലാണ്ടായതൊന്നും വിചാരിച്ചിട്ട് ഒന്നും ചെയ്യണ്ട. ഗുരുവായൂരപ്പന് പായസം ചീട്ടാക്കിക്കൊണ്ട് ആപത്ത് പോയിട്ടൊന്നും ധരിക്കണ്ട. അത് വെറുതെ പോവും. മഹാദേവന്റെ മുമ്പിൽ ചെന്നപ്പോൾ 100ന്റെ നോട്ടെടുത്ത് തലയ്ക്ക് മീതെ 5 ചുറ്റ്
എന്നിട്ട് ഭണ്ഡാരത്തിലിട്ട് പാപ കുഴിഞ്ഞു കളഞ്ഞു പോയില്ലോ ഒന്നും വെറുതെ വേണ്ടാത്ത വിചാരിക്കണ്ട. അതിനൊന്നും പോണ സാധനമല്ല. കർമ്മബന്ധങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ അതിനു മുമ്പിൽ ചെയ്തു വെച്ച കർമ്മബന്ധങ്ങള് അനുഭവിച്ചേ തീരും. അപ്പൊ പിന്നെ ഈ പ്രായശ്ചിത്താദി കർമ്മങ്ങളൊക്കെ യജുർവേദത്തിലൊക്കെ പറഞ്ഞത് എന്തിനെന്ന് ചോദിച്ചാൽ അതിന്റെ ശക്തി കുറയ്ക്കുക ഒന്ന്. രണ്ടാമത് താൽക്കാലികമായിട്ട് ചെയ്യുന്നവന്റെ മനസ്സിന് ശാന്തി കൊടുക്കാം. രണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇല്ലാണ്ട് പോവലില്ല. അതിന് വിചാരിച്ച് കർമ്മം ചെയ്യണ്ടല്ലേ. ഇല്ലാണ്ട് പോകാൻ എന്താ മാർഗം? അതോ ഭട്ടപാദമനുഷ്യൻ നാരായണീയം പദത്തില് അജാമണമോക്ഷം പറയുമ്പോ പറഞ്ഞിട്ടുണ്ടത് ശ്രുതിസ്മൃതിഭ്യം വിഹിതാവ്രതാദയം കുലന്തി പാപം നലുനന്തി വാസനം അനന്തസേവാതു നികൃന്തതിദ്വിഹിം. അനന്തസേവാതു അനന്തസേവാതു ശ്രീനാരായണ പാദപത്മത്തെ ഭജിക്കുന്നതായ നിഷ്ഠയോടെയുള്ളൊരു ജീവിതം. എപ്പോഴെങ്കിലും പോയാൽ പോരട്ടോ. അതിനർത്ഥം കൊടുക്കാൻ കൊണ്ട് കിട്ടാം. നിഷ്ഠയോടെ. അതെ, 4 ദിവസം ഞാൻ അനന്തര ഭഗവാനൊക്കെ സേവിച്ച് 5-ാം ദിവസം ഭാഗവതമൊക്കെ പതിവായിട്ട് സപ്താഹത്തിനിരുന്നു. ചെറുത്ത് ചെൽമ്പേ അങ്ങനെ കേൾക്കണം. എനിക്കതൊക്കെ നട്ടൊന്നും തരുക. എന്നിട്ട് 4-ാം ദിവസം കണ്ടില്ല. എന്താന്ന് ചോദിച്ചപ്പോ കല്യാണത്തിന് പോയിട്ട് പറ്റില്ലേ, അതോ അനന്തസേവയോ വേണ്ടത്? ഭാഗവതം 7 ദിവസം ഉണ്ടെങ്കിൽ മറ്റൊക്കെ മാറ്റിവെക്കണം. ഇനിയില്ല, കല്യാണത്തിനും ഇല്ല, ഒന്നില്ല. ഇവിടെയാണ് ഈ അനന്തസേവ. നിഷ്ഠയോടെ നിരന്തരമായിട്ട് ചെയ്യുന്ന ഒരനുഷ്ഠാനം. അങ്ങനെയായാൽ നികൃന്തതിദ്വയം. അപ്പൊ വാസനയും കർമ്മവും പൊക്കോളും. ഇല്ലെങ്കിൽ പൂലാന്ന് പറഞ്ഞു. അതാണ് ഇവിടെ രാസ്തുതി പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് മോക്ഷം കിട്ടണം. അവിടുത്തെ ഗുരുവായിട്ട ജരാസന്ധനെ നയനനാഥാന്വസൂയാമോ മാഗതം മധുസൂദനം അനുഗ്രഹോയൽഭവത. അവിടുത്തെ ഈ അനുഗ്രഹത്തിന് പാത്രമാക്കിയത് ജരാസന്ധനം. രാജ്യച്യുതി വരുത്തി. അങ്ങനെ ചെയ്തതേ. എന്ത്? നിങ്ങളിങ്ങനെ അഹങ്കരിച്ചു പോയാൽ പോരാ. എന്റെ പാദത്തിൽ എത്തിച്ചേരേണ്ട നിങ്ങൾക്ക് ഞാൻ എന്താ രാജ്യച്യുതി വരുത്തി ജരാസന്ധനെ കൊണ്ട് കാരാഗ്രഹത്തെ കൊണ്ട് അടപ്പിക്കാൻ പോവാണ്. നോക്കട്ടെ നിങ്ങളൊന്ന്. അപ്പൊ അങ്ങയുടെ ശരിക്കും അനുഗ്രഹം ജരാസന്ധന്റെ കയ്യിൽ ഇങ്ങോട്ട് കൊടുത്തയച്ചു. അതിലുണ്ടായത് ആരാണോ ഗുരുവായൂരപ്പൻ ശ്രീനാരായണ പാദത്തിലേക്കുള്ള ഉപദേശം തരുന്നത്, അയാൾ ഗുരു. ഗുരുർനസസ്യാൽ ഋഷഭയോഗീശ്വരൻ പറയ കഴിഞ്ഞു. ആരാണോ ഈശ്വരപാദത്തിലേക്ക് ജീവനെ കൂട്ടിക്കൊണ്ടുപോണത് അയാളാണ് യഥാർത്ഥ ഗുരു. അല്ലാണ്ട് എഴുതി പഠിപ്പിച്ചുകൊണ്ട് മാർക്ക് കിട്ടി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടി അത് മേടിച്ചു തന്നാളൊന്നും ഗുരു ആവില്ല. യഥാർത്ഥ ഗുരു അവിടെയാണ്. അതുകൊണ്ട് ജരാസന്ധനെ ഗുരുവായിട്ടേ കണക്കാക്കുന്നുള്ളൂ. രാജ്യ ഐശ്വര്യമധോന്നത. ഉന്നതത, അഹങ്കാരം വരികയാണ് നമുക്കൊക്കെ ഉള്ളതാ. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞ അതേ കാര്യങ്ങളല്ലേ നമ്മുടെ നമുക്കൊന്ന് ചെറുതായി മാറുന്നു മൊത്തം. രാജ്യത്തിലെ ശ്രീ. ഇപ്പൊ എന്തൊക്കെയുണ്ട്? രാജ്യം കിട്ടിയതിന്റെ പേരിൽ അധികാരം, സ്ഥാനമാനങ്ങള്, പണം, പിന്നെ അതുകൊണ്ട് അനവധി ആളുകളെ സഹായിക്കാൻ നല്ല ബലം. ഇതൊക്കെ എന്തിനാ വരിക? അഹങ്കാരത്തിന്. എറണാകുളത്തപ്പം പറഞ്ഞോണ്ട് ഭാഗവത്തിലൊരുത്തിലേ വിദ്യാതപോ വിത്തവയക്കുലൈ സതങ്കുണൈ ഷഡ്ഭിഹസത്തമേതഹേ. അസത്തവന്മാര് ഇതൊക്കെ അഹങ്കാരത്തിന് കാരണമേ ആവും. ഇപ്പൊ നമുക്ക് അവർക്ക് പറ്റിയെന്നാണ് ജരാസന്ധന്റെ കാരാഗ്രഹത്തില് രാജ്യത്തിലെ സമ്പത്ത് എന്നൊക്കെ വിചാരിച്ച് എന്നിട്ട് എന്താ ഈ ശ്രേയസ്സും പ്രേയസ്സും തിരിച്ചറിഞ്ഞില്ല. ആണ് പറ്റിയത്. പ്രേയസ് എന്ന ലൗകികമായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനുള്ള വഴി മാർഗം. ശ്രേയസ് പരമോന്നതി മുക്തിക്കുള്ള മാർഗം. ഇത് തിരിച്ചറിഞ്ഞില്ല. ശ്രേയോ വിന്ദതേ നൃപാൻ. ഏതാണ് ശ്രേയസ് ഏതാണ് പ്രേയസ് എന്നറിയാതെ നശിക്കുന്ന അനവധി വസ്തുക്കളുടെ പിന്നാലെ ഇത് സുഖാണ് എന്നും പറഞ്ഞു പോയി. രാജ്യം ഉണ്ടായ സുഖാണ്, മക്കളുണ്ടായ സുഖാണ്, പദവി ഉണ്ടായ സുഖാണ്, ധനം ഉണ്ടായ സുഖാണ്. ഓരോന്നിനും സുഖം എന്ന് വിചാരിച്ച് നടന്നു. എന്നിട്ട് കിട്ടിയതോ സർവത്ര ദുഃഖവും. അതിനല്ലേ ഉണ്ടാവുന്നത്. ത്വന്മായാമോഹിത. അങ്ങയുടെ മായയാൽ മോഹിക്കപ്പെട്ടത് കൊണ്ടാണ് ഇതിലൊക്കെ ഭ്രമം വന്നു ചേർന്നത്. അല്ലെങ്കിൽ ഇതിലൊന്നും ഭ്രമം ചേരില്ല. ഏത് വസ്തുവും നശിക്കുന്നതല്ലേ? സൗന്ദര്യം നശിക്കണില്ലേ? ആദ്യത്തിലെ കാണാൻ അതിസുന്ദരി, അതേ സുന്ദരന 50-60 വയസ്സ് കഴിഞ്ഞപ്പോഴോ അവിടെ ഇവിടെയൊക്കെ വെളുക്കാൻ തുടങ്ങിയപ്പോ കഴിഞ്ഞു. അപ്പൊ ശരീരം നശിക്കുന്നതാണ്, സൗന്ദര്യം നശിക്കുന്നത്, വിദ്യ നശിക്കും. ഒരു 70 കഴിഞ്ഞ എന്താ പറയാറ്? ഇപ്പൊ പഴയ പഴയ ഓർമ്മ നിൽക്കണില്ല കേട്ടോ, വായിച്ച തലേ കയറുന്നില്ല. അപ്പൊ ബുദ്ധി കൊണ്ട് എല്ലാം നശിക്കണതാ. ഏതാ ഇവിടെ നശിക്കാത്ത ഒന്നും അങ്ങനുമില്ല.
അപ്പൊ നശിച്ചുകൊണ്ടിരിക്കുന്ന പല വസ്തുക്കളെയും നിത്യമാണെന്ന് കണ്ടു. യഥാർത്ഥത്തിൽ ഇതൊക്കെ അനിത്യങ്ങളാണ്. അപ്പൊ അനിത്യങ്ങളെ നിത്യമായി കാണുകയും നിത്യത്തെ അറിയാണ്ടിരിക്കുകയും ചെയ്തു. ഈശ്വരനെ അറിഞ്ഞില്ലല്ലോ. ഇതാണ് വന്ന് സംഭവിച്ചത്. അത് അങ്ങയുടെ മായയാൽ പറ്റിയതാണ്. സമ്പത്ത് ഒരിക്കലും ഒരാൾക്ക് ഉറച്ചു നിൽക്കുന്നതല്ല. പക്ഷെ ഞങ്ങൾ എന്ത് വിചാരിച്ചു? അല്ലെ, നമ്മളൊക്കെ എന്താ വിചാരിക്കാറ്? എനിക്കും എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒരേപോലെ കഴിഞ്ഞുകൂടാതെ സമ്പാദിച്ചു വെക്കണം. അതിനല്ലേ നടക്കാറ്. നാളേക്ക് ഉണ്ടാവട്ടെ. ഉണ്ടാക്കണതിന്റെ ഇടയ്ക്ക് ഇയാൾ പോയപ്പോഴോ അതിപ്പോ ആരടുത്ത് തിന്ന് ഇയാൾ അന്വേഷിക്കണ്ടോ? മക്കൾക്ക് വേണ്ടി വെച്ചതാ, അത് വേറെ വല്ലവരും തിന്നു ചത്തുപോയാലും നിങ്ങൾ അന്വേഷിച്ചു വരുന്നില്ലോ. മക്കളെന്നെ ആളോ ഉപയോഗിച്ചു, ആർക്കറിയാപ്പത്? അപ്പൊ വെറുതെ കൂട്ടിവെച്ചു. ഒരു സാധനം കൂട്ടിവെച്ചില്ല. എന്ത്? ഇതിനിടയ്ക്ക് ഈശ്വരനെ സേവിച്ചില്ല, ഭഗവാന്റെ അടുത്തേക്കുള്ള മാർഗം തെളിയിച്ചില്ല. ഇത് ഏതുപോലെ ഇരിക്കണം? മൃഗതൃഷ്ണ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞു.